ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് പ്ലാൻ കട്ട്ലറ്റ് അല്ലെങ്കിൽ ബ്രിഞ്ചാൾ കട്ട്ലറ്റാണ്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. റൈസിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് വെജിറ്റബിൾ ബർഗർ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. ഈ ബ്രിഞ്ചാൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട ചേരുവകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. 1 കപ്പ് ബ്രെഡ് ക്രംസ്, 2 എഗ്ഗ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 2 ടേബിൾ സ്പൂണോളം സലാൻഡ്രോ അല്ലെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി സോസ് അല്ലെങ്കിൽ ശ്രീരാച്ച, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ മസ്റ്റർഡ് സോസ്, 2 ടേബിൾ സ്പൂൺ പാർമെസൻ ചീസ്. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന എഗ് പ്ലാന്റ് നല്ല വലിപ്പമുള്ള സീഡ് കുറഞ്ഞ എഗ് പ്ലാന്റ് ആണ്. ഇത് നല്ല ഫ്ലഷി ആയിട്ടിരിക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇതധികം മെച്യൂർ ആകാത്തത് വേണം. ഇത് തയ്യാറാക്കാൻ 2 മുട്ട ആദ്യം ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, എടുത്തു വെച്ചിരുന്ന മസ്റ്റാർഡ് പേസ്റ്റും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ചില്ലി സോസ് അല്ലെങ്കിൽ ശ്രീരാച്ച ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ബ്രെഡ് ക്രംസിൽ ചേർക്കേണ്ട ചേരുവകളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ്, എടുത്തു വെച്ചിരുന്ന ഗാർലിക് പൗഡർ, പെപ്പർ പൗഡർ, അതുപോലെ ചീസും മല്ലിയില കട്ട് ചെയ്തതും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട്. എഗ് പ്ലാന്റ് ഏകദേശം 3/4 സെൻറ്റിമീറ്റർ വണ്ണത്തിൽ മുറിച്ചെടുക്കണം. ബ്രിഞ്ചാൾ കട്ട്ലറ്റ് അല്ലെങ്കിൽ എഗ് പ്ലാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഓരോ ബ്രിഞ്ചാൾ പീസും എഗ്ഗിൻ്റെ മിക്സറിൽ നന്നായിട്ട് മുക്കി അത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് വെക്കണം. എല്ലാ ബ്രിഞ്ചാൾ പീസസും സ്പൈസസ് ചേർത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് ഈ ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു വശം ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇതിനെ തിരിച്ചിടുക. എഗ് പ്ലാന്റ് ഫ്രൈ അല്ലെങ്കിൽ കട്ട്ലറ്റ് റെഡിയായി. ഞാനിതിനെ പേപ്പർ വെച്ച ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അഡീഷണലായിട്ടുള്ള എണ്ണ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ബാക്കി ഉണ്ടായിരുന്ന എഗ് പ്ലാന്റും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ബ്രിഞ്ചാൾ കട്ട്ലറ്റ് ആണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ വെജിറ്റബിൾ ബർഗർ ഉണ്ടാക്കാനും സ്നാക്കായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ്. ഇത് ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കമൻസ് പറയാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.